In an examination, a student scored 65% marks but was 10 marks below the qualifying marks. Another student scored 80% marks and scored 50 more marks than the qualifying marks. Total marks of the examination are dash. എന്താണ്? ഒരു പരീക്ഷയിൽ ഒരു കുട്ടിക്ക് എന്ത് കിട്ടി? 65% മാർക്ക് ലഭിച്ചു. പക്ഷേ ആ കുട്ടിക്ക് എന്താണ്? ക്വാളിഫയിങ് മാർക്കിനേക്കാൾ എത്ര ശതമാനം കുറവാണ്? എത്ര ശതമാനമല്ല, ക്വാളിഫയിങ് മാർക്കിനേക്കാൾ 10 മാർക്ക് കുറവാണ്. 65% മാർക്ക് ലഭിച്ചപ്പോൾ അത് ക്വാളിഫയിങ് മാർക്കിനേക്കാൾ 10 മാർക്ക് കുറവാണ് ലഭിച്ചത്. പക്ഷേ മറ്റൊരു കുട്ടിക്ക് എന്ത് കിട്ടി? 80% മാർക്ക് കിട്ടി. പക്ഷേ ക്വാളിഫയിങ് മാർക്കിനേക്കാൾ 50% കൂടുതലാണ് കിട്ടിയത്. 50%അല്ല, 50 മാർക്ക് കൂടുതലാണ് കിട്ടിയത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ മാർക്ക്, ആ പരീക്ഷ മൊത്തം എത്ര മാർക്കിലാണ് ആ പരീക്ഷ മുഴുവൻ നടന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്കതാ ക്വാളിഫയിങ് മാർക്ക്, ഈ ഒരു പൊസിഷനിലാണ് ക്വാളിഫയിങ് മാർക്ക് എന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നതാ -10 കുറഞ്ഞിട്ടാണ് എന്ത് സ്റ്റുഡൻറ്റ് എക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര ശതമാനം കിട്ടി? 65% കിട്ടി. ഇനി സ്റ്റുഡൻറ്റ് ബിക്ക് എത്രയാണ്? ഇവിടുന്ന് 50 മാർക്ക് കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് നമ്മുടെ പാസിംഗ് മാർക്ക് എന്ന് പറയുന്നത്. ഈ പോയിൻ്റാണ്. ഇവിടുന്ന് 50 മാർക്ക് കൂടുതലാണ് സ്റ്റുഡൻറ്റ് ബിക്ക് കിട്ടിയിരിക്കുന്നത്. ബിയുടെ പേഴ്സൻറ്റേജ് എത്രയാണ്? 80 -10 ആർക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് പാസിംഗ് മാർക്കിനേക്കാൾ 10 കുറവ്. പാസിംഗ് മാർക്കിൽ നിന്ന് -10 ആർക്ക് എക്ക് കിട്ടിയിരിക്കുന്നത്. എത്ര ശതമാനമുണ്ട്? 65%. ഇനി 65 മുതൽ 80% വരെ എത്രയുണ്ട് ഗ്യാപ്പ്? 15% അല്ലേ? 15% എന്ന് പറയുന്നത് എത്രയാണ്? -10 മുതൽ 50 വരെ എത്രയാണ് വരുന്നത്? 60 അല്ലേ വരുന്നത്? കാരണം -10 നിന്ന് 50 എത്തണമെങ്കിൽ എത്രയുണ്ട്? 60 മാർക്ക് വേണ്ടേ? കാരണം -10 നിന്ന് 0 വരാൻ എന്ത് ചെയ്യണം? 10 മാർക്ക് വേണം. ഇനി ആ 0 നിന്ന് 50 വരാൻ 50 മാർക്ക് കൂടെ വേണം. അപ്പം 10 + 50 ടോട്ടൽ എത്രയായി? 60 മാർക്കായി. ജസ്റ്റ് എന്താണ് -10 നിന്ന് +50 കിട്ടാൻ -10നെ എത്ര കൂടെ കൂട്ടണം? 60 കൂടെ കൂട്ടിയാലല്ലേ +50 കിട്ടുകയുള്ളൂ. അപ്പോൾ എത്രയാണ്? ടോട്ടൽ 60 ആണ് വരുന്നത്. അതായത് 65 മുതൽ 80 വരെയുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 60 മാർക്കാണ്. അതായത് 15% എന്ന് പറയുന്നത് 60 മാർക്കാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 100%. ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100% അല്ലേ? അപ്പം 100% കണ്ടുപിടിക്കാം. 15% എന്ന് പറയുന്നത് 60 ആണ്. അങ്ങനെയെങ്കിൽ 5% എത്രയായിരിക്കും? 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ 5 കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 60നെ അതേ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 15% 60 ആണെങ്കിൽ 5% എത്രയാണ്? 20 ആണ്. ഇനിയും 100% അപ്പോൾ എത്രയാണ്? 5നെ 100 ആക്കാൻ എന്താ ചെയ്തത്? 5നെ 100 ആക്കണമെങ്കിൽ 20 കൊണ്ട് ഗുണിക്കുമല്ലേ? 20 × 5 അല്ലേ 100. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ 20നെ എന്ത് ചെയ്യുക? അതേ 20 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര കിട്ടും? 20 × 20 400 എന്ന് കിട്ടും. മുഴുവൻ മൊത്തം പരീക്ഷ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര മാർക്കിലാണ്? 400 മാർക്കിലാണ് നടന്നത്. ഇനിയും നമ്മളോട് ചോദിക്കുകയാണ് ഈ പരീക്ഷയുടെ പാസിംഗ് മാർക്ക് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ നമ്മളിതെങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മളോട് പറഞ്ഞു എത്രയാണ്? 15% എന്ന് പറയുന്നത് എത്ര എന്ന് കിട്ടി? 15% 60 എന്ന് കിട്ടി. ഓക്കെ, നമ്മളോട് ചോദിച്ചത് എന്താണ്? പാസിംഗ് മാർക്കാണ്. പാസിംഗ് മാർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഒന്നെങ്കിൽ 80% കണ്ടുപിടിക്കുക. നമുക്ക് 100% ഉണ്ട്. എത്രയാണ്? 400 ആണ്. അപ്പോൾ നമുക്ക് 80% കണ്ടുപിടിക്കാമല്ലോ. 100% 400 ആണെങ്കിൽ 80% എത്രയായിരിക്കും? ടോട്ടൽ 400 അല്ലേ? 400 × 80%ൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 10%ൻ്റെ ഫ്രാക്ഷൻ 1/10 അല്ലേ? അപ്പോൾ 80% എന്ന് പറഞ്ഞാൽ 8/10 ആവും. 8/10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4/5 ആണ്. 80 × 4 എത്ര വരും? 320 വരും. 320 എന്ന് പറയുന്നത് എത്രയാണ്? 80%. 80% എന്ന് പറഞ്ഞാൽ 50 മാർക്ക്. പാസിംഗ് മാർക്കിനേക്കാൾ 50 മാർക്ക് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പാസിംഗ് മാർക്ക് എത്രയായിരിക്കും? 80%ൽ നിന്ന് 50 കുറച്ചാൽ മതി. എത്ര കിട്ടും? 270 കിട്ടും. അപ്പോൾ പാസിംഗ് മാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ 270ഉം ടോട്ടൽ മാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ എത്രയാണ്? 400ഉമാണ് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത്. In an examination, 35% students failed in one subject and 42% failed in other subject. Among those, 30% failed in both the subjects. If the total number of students is 2500, then how many students failed only in one subject? എന്താണ്? ഒരു പരീക്ഷയിൽ ആദ്യത്തെ സബ്ജക്റ്റിൽ എന്താണ്? 35% സ്റ്റുഡൻസ് എന്ത് ചെയ്തു? ഫെയിലായി, തോറ്റുപോയി. ഇനി അടുത്തൊരു സബ്ജക്റ്റിൽ 42% പേര് തോറ്റുപോയി. ഇനി 2 സബ്ജക്റ്റിലും കൂടെ തോറ്റവരുടെ എണ്ണം എത്രയാണ്? 30%. ഇനി ടോട്ടൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2500 ആണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ തോറ്റവരുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് പാസ്സായി, ഒരു സബ്ജക്റ്റിന് ഫെയിലായി, അല്ലെങ്കിൽ രണ്ടും കൂടെ ഇത്ര ശതമാനമാണുള്ളത്, ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ ഇത് ചെയ്യാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ എന്ത് ചെയ്യുക? 2 സർക്കിൾസ് അങ്ങ് വരയ്ക്കുക. രണ്ടുകൂടെ ജോയിൻ ചെയ്തുകൊണ്ട് 2 സർക്കിൾസ് വരയ്ക്കുക. ഇത് സബ്ജക്റ്റ് എ ആണ്, ഇത് ബി ആണ്.
ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നതിൽ രണ്ടിലും കൂടെ വരുന്നത്, അതായത് രണ്ടിലും ഉൾപ്പെടുന്നത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് എഴുതുക. ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? 30% പേര് 2 സബ്ജക്റ്റിലും ഫെയിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 സബ്ജക്റ്റിലും ഫെയിലാകുന്നത് ഇവിടെ വരും 30% എന്ന് പറയുന്നത്. കാര്യം എന്താണ്? ഇത് എയുടെ ഭാഗവുമാണ് ബിയുടെ ഭാഗവുമാണ്. അപ്പോൾ രണ്ടും കൂടെ വരുന്ന ഭാഗമാണ് ഏത്? 30% എന്ന് പറഞ്ഞാൽ. അതായത് രണ്ടിലും ഫെയിലായവരുടെ എണ്ണം ഇവിടെ വരും, ഈ 2 സർക്കിളിലൂടെ വരുന്ന ഭാഗത്ത് തന്നെ വരികയുള്ളല്ലോ. അപ്പോൾ എന്താണ് ഈ 30% എന്ന് പറയുന്നത്? 2 സബ്ജക്റ്റിലും ഫെയിൽ ചെയ്ത ആളുകളുടെ എണ്ണമാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആദ്യത്തെ സബ്ജക്റ്റിൽ 35% ടോട്ടൽ ഫെയിൽ ആയിരിക്കുന്നത്. അതിൽ 30% ഇവിടെ വന്നു കഴിഞ്ഞു. ഇനി ബാക്കി എത്രയേ ഉള്ളൂ? 5% ഉള്ളൂ. അതുപോലെ തന്നെ അപ്പുറത്തെ സബ്ജക്റ്റ് ബിയിൽ എത്രയാണ് ടോട്ടൽ ഫെയിൽ ആയിരിക്കുന്നത്? 42. അതിൽ 30 ഓൾറെഡി ഇവിടെ നമ്മൾ എഴുതി കഴിഞ്ഞു. ബാക്കി എത്രയാണുള്ളത്? 12%. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം ഫെയിൽ ആയവരുടെ എണ്ണം. അപ്പം എന്താണ്? സബ്ജക്റ്റ് എയിൽ മാത്രം ഫെയിലായ എത്ര ശതമാനം ആൾക്കാരാണുള്ളത്? 5% ആൾക്കാരാണുള്ളത്. സബ്ജക്റ്റ് ബിയിൽ മാത്രം ഫെയിലായത് എത്ര ശതമാനമാണ്? 12%. അപ്പം മൊത്തവും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മാത്രം ഫെയിലായവർ എത്ര ശതമാനം പേരുണ്ട്? 12 5 17% ആൾക്കാരാണ് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാത്രം ഫെയിലായവർ. അപ്പം നമുക്ക് തന്നിട്ടുണ്ട് ടോട്ടൽ വിദ്യാർത്ഥികൾ എത്രയാണുള്ളത്? 2500 അതിൻ്റെ 17% കണ്ടാൽ പോരെ? ഇപ്പം എത്രയാണ് ഉത്തരം വരുന്നത്? 25 × 17 25 × 10 എത്രയാണ്? 250. 25 × 7 എത്രയാണ് വരുന്നത്? 175. അപ്പോൾ എത്ര വരും? 17% എന്ന് പറയുമ്പോൾ 425 വരും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ ബി 425. ഈ മെത്തേഡ് നിങ്ങൾ ഓർത്തു വെച്ചോ. ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇനിയും വരുന്നുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. If the population of a village increased from 1,75,000 to 2,62,500 in 5 years, then find the average percentage increase in the population per year. എന്താണ്? ഒരു വില്ലേജിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1,75,000 ആണ്. 5 വർഷം കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അത് 2,62,500 ഉയരുന്നു. അങ്ങനെയെങ്കിൽ പെർസെൻറ്റേജ് ഇൻക്രീസ് എത്ര കൂടിയെന്നുള്ളതിൻ്റെ ശതമാനം, ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആവറേജ് പെർസെൻറ്റേജ് ഇൻക്രീസ് പെർ ഇയർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എത്ര പെർസെൻറ്റേജ് ആണ് ഈ 5 വർഷം കൊണ്ട് കൂടിയതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്? 1,75,000 ആയിരുന്നു, അത് 2,62,500 അപ്പോൾ എത്ര കൂടിയെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, എത്ര കൂടിയെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2,62,500 നിന്ന് ചെയ്യുക 1,75,000 കുറയ്ക്കുക. എത്ര കിട്ടും? 5 7 5 8 ഓക്കെ 87,500 എന്ന് കിട്ടി. ഇത്രയാണെന്ത് കൂടിയത്. ഇനി നമ്മൾ പെർസെൻറ്റേജ് എങ്ങനെ കാണും? 87,500 അല്ലേ ഇൻക്രീസ് വന്നത്? 87,500 എത്രയിലാണ് ഇൻക്രീസ് ചെയ്തത്? 1,75,000 എന്നല്ലേ ഇൻക്രീസ് ചെയ്തത്? ഇൻറ്റു 100. ഓക്കെ, 0 കട്ട് ചെയ്തു. ഒരു 0 കട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യാം? 5 കൊണ്ട് കട്ട് ചെയ്താൽ എത്ര വരും? 37 7 തവണ വരും 35, റിമൈൻഡർ 2 35 വരും. എത്രയാണ്? 3 വരും 15. ഓക്കെ, 35 × 5 എന്ത് വരുന്നത്? 175 എന്ന് വരുന്നത്. അപ്പോൾ എത്ര കിട്ടി? 50 കിട്ടി. എന്താണ്? 50% ആണ് അവിടെ ടോട്ടൽ ഇൻക്രീസ് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താണ്? ആവറേജ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. എത്ര വർഷമാണ്? 5 വർഷമല്ലേ. ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ബൈ നമ്പർ അല്ലേ. ടോട്ടൽ പെർസെൻറ്റേജ് എത്രയാണ്? 50 ആണ്. എത്ര വർഷമുണ്ട്? 5 വർഷമുണ്ട്. എത്രയാണ് നമുക്ക് ആവറേജ് കിട്ടുന്നത്? 10% ആണ് ആവറേജ് കിട്ടുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം എത്രയാണ് ഇൻക്രീസ് എന്ന് കണ്ടുപിടിച്ചു, ഇൻക്രീസ് പെർസെൻറ്റേജ് കണ്ടുപിടിച്ചു, അതിനുശേഷം ആവറേജ് കണ്ടുപിടിച്ചു. അതാണെന്ത് നമ്മുടെ ഉത്തരവായിട്ട് വന്നത്. ഇനി എന്താണ്? ഇതെങ്ങനെ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാം? എന്താണ്? കുറച്ചുകൂടെ സമയം നമുക്ക് എങ്ങനെ ലാഭിക്കാൻ പറ്റുമെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 പാർട്ട് ഡിസ്കസ് ചെയ്തപ്പോഴും പറഞ്ഞായിരുന്നു, എന്താണ്? നമുക്ക് പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വൽ ഫിഗേഴ്സ് വേണമെന്നില്ല, പകരം എന്ത് മതി? റേഷ്യോ ആയാലും മതി. പെർസെൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? ഈ 1,75,000 2,62,500 ഒന്നും വേണ്ട. അതാണ് ആക്ച്വൽ നമ്പേഴ്സ്, അതിൻ്റെ ആവശ്യമില്ല. പകരം എന്ത് മതി? റേഷ്യോസ് മതിയെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്കിവിടെ റേഷ്യോസ് എടുക്കാം. ജസ്റ്റ് 3 0, ജസ്റ്റ് ഈ 2 0 കട്ട് ചെയ്യുക. ഇവിടെ എന്താണ്? 2 0 കട്ട് ചെയ്യാം. പിന്നെന്താണ്? നമുക്ക് ഇത് കട്ട് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? 5 7 6 13 15. ഓക്കെ, നമുക്ക് 5 വെച്ച് കട്ട് ചെയ്യാം. 5 വെച്ച് കട്ട് ചെയ്താൽ എന്ത് വരും? 17 5 തവണയുണ്ട്? 3 തവണയുണ്ട്. റിമൈൻഡർ 2 വരും. 25 5 തവണയുണ്ട്. പിന്നെന്താണ്? ഒരു 0 കൂടെ ഉണ്ട്. ഇവിടെ ചെയ്യുമ്പോൾ എന്ത് വരും? 26 5 5 തവണയുണ്ട്. 12 2 തവണയുണ്ട്. 25 5 തവണയുണ്ട്. ഓക്കെ, വീണ്ടും 5 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ എത്ര വരും? 7 വരും. 0 വരും. ഇവിടെ എത്ര വരും? 10 വരും. 5 വരും. വീണ്ടും 5 കൊണ്ട് കട്ട് ചെയ്യാമല്ലോ. എത്ര വരും? 1 വരും. 4 വരും. ഇവിടെ എത്ര വരും? 2 വരും. 1 വരും. 7 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ എത്ര വരും? 1 വരും. ഇവിടെ എത്ര വരും? 7 കൊണ്ട് കട്ട് ചെയ്താൽ ഇവിടെ
2 വരും, ഇവിടെ എത്ര വരും 3 വരും. ഓക്കെ, 2:3 നമുക്ക് റേഷ്യോ കിട്ടി. 2 ഉണ്ടായിരുന്നത് എന്തായി 3 ആയി. 2 ഉണ്ടായിരുന്നത് എന്തായിട്ട് മാറിയിട്ടുണ്ട് 3 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം കൂടിയത് എത്രയാണ് 1 അല്ലേ കൂടിയത്. 1 കൂടി. എത്രയിലാണ് കൂടിയത് 2 കമ്പയർ ചെയ്തിട്ടല്ലേ 1 കൂടിയത്. 2-ൽ നിന്നല്ലേ 1 കൂടിയത്. ഓക്കെ, 1/2 നമുക്ക് കിട്ടി. 1/2 എത്രയാണ് 50% അല്ലേ. അപ്പോൾ ഇനി ആവറേജ് കണ്ടാൽ പോരെ. ആവറേജ് 5 വർഷത്തേക്കല്ലേ കാണേണ്ടത്. അപ്പോൾ 50/5 എത്രയാണ് 10%. നമുക്ക് കുറച്ചുകൂടെ അത്രയും വലിയ നമ്പേഴ്സ് എഴുതി കാൽക്കുലേഷൻ ചെയ്യുന്നതിൽ നമ്മൾ പെട്ടെന്ന് വെട്ടി വന്നു റേഷ്യോ എടുത്തപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു 3-4 സെക്കൻഡ് കൂടെ നമുക്ക് ലാഭിക്കാം. അത് ഇങ്ങനെയുള്ള പരീക്ഷകളിൽ ഈ 3-4 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ ചെയ്യണമെന്ന്. ഞാൻ ഇപ്പോഴും പറയുന്നത് എന്താണ്, പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ആക്ച്വൽ ഫിഗേഴ്സിൻ്റെ ആക്ച്വൽ നമ്പേഴ്സിൻ്റെ ആവശ്യമില്ല. പകരം എന്ത് മതി റേഷ്യോസ് ആയാലും മതി. നമുക്ക് എന്താണ് ഒരേ പെർസെൻറ്റേജ് രണ്ടിടത്തും ഉത്തരം എന്തേ കിട്ടുകയുള്ളൂ സെയിം തന്നെ കിട്ടുകയുള്ളൂ. അതോ ഓർത്തിരുന്നോണം. In a given population, 20% of the population is affected with asthma, out of which 90% of asthma patients used to work in flour mills. If 30% of the total population was working in flour mills, then what will be the percentage of people working in the flour mills who are suffering from asthma? അപ്പോൾ എന്താണ് പോപ്പുലേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എത്രയാണെന്ന് പോപ്പുലേഷൻ പറയുന്നില്ല. ആ പോപ്പുലേഷനിൽ 20% പേർ എന്താണ് ആസ്മ പേഷ്യൻസ് ആണ്. ആ ആസ്മ പേഷ്യൻസിലെ 90% പേരും ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഇനി ടോട്ടൽ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷൻ്റെ 30% പേര് ഫ്ലോർ മിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്ന ആസ്മ പേഷ്യൻസിൻ്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ എന്താണ് ഒരു ആക്ച്വൽ ഫിഗർ ഒന്നും തന്നിട്ടില്ല ടോട്ടൽ പോപ്പുലേഷൻ എത്രയാണെന്നൊന്നും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ടോട്ടൽ പോപ്പുലേഷൻ എക്സ് എന്ന് എടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം 100 അങ്ങ് കൊടുക്കാം. 100 അസ്യൂം ചെയ്യാം. അപ്പം നമുക്ക് പോപ്പുലേഷൻ ആക്ച്വൽ ഫിഗേഴ്സ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്കവിടെ 100 അസ്യൂം ചെയ്യാം. അങ്ങനെയെങ്കിൽ ആസ്മ പേഷ്യൻസ് എത്രയാണ് 20% അല്ലേ ടോട്ടൽ പോപ്പുലേഷൻ്റെ 20% ആസ്മ പേഷ്യൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ എത്രയാണ് ടോട്ടൽ പോപ്പുലേഷൻ എടുത്തിരിക്കുന്നത് 100 ആണ്. 100ൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയാണ് 20 ഇനിയും ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്ന ആസ്മ പേഷ്യൻസ് എത്രയാണ് 20ൻ്റെ 90%. 20ൻ്റെ 90% എത്രയാണ് 18. 20ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 2. 10 × 9 ആണല്ലോ 90. അപ്പോൾ 90% എന്ന് പറഞ്ഞാൽ 2 × 9 18. അപ്പോൾ 18 പേരാണ് ആസ്മ പേഷ്യൻസ് ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ടോട്ടൽ പോപ്പുലേഷൻ്റെ 30%. ടോട്ടൽ ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്നവർ എത്രയുണ്ട്, ടോട്ടൽ പോപ്പുലേഷൻ 100 ആണ്. 100ൻ്റെ 30% എന്ന് പറഞ്ഞാൽ 30. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്നവരിൽ ആസ്മ പേഷ്യൻസിൻ്റെ പേഴ്സൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എത്രയാണ് ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്നത് 30 പേരല്ലേ. ടോട്ടൽ 30 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ആസ്മ പേഷ്യൻസ് എത്രയാണുള്ളത്, ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്ന ആസ്മ പേഷ്യൻസ് എത്രയാണുള്ളത് 18. അപ്പോൾ 18/30. ഇനി പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0 കട്ട് ചെയ്യുന്നു, 18 3 കൂടെ കട്ട് ചെയ്യുന്നു, 6 വരുന്നു. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട് 60% ആണ്. അപ്പോൾ ഫ്ലോർ മിൽസിൽ വർക്ക് ചെയ്യുന്ന ആസ്മ പേഷ്യൻസിൻ്റെ എണ്ണം എത്രയാണ് 60% ആണ്. In an examination, 80% of the students passed in English, 85% passed in mathematics, and 75% passed in both English and mathematics. If 40 students failed in both subjects, the total number of students is dash. നമ്മൾ ഓൾറെഡി ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 80% സ്റ്റുഡൻസ് ഇംഗ്ലീഷിന് പാസ്സായി, 85% മാത്തമാറ്റിക്സിന് പാസ്സായി, 75% എന്ത് ചെയ്യുന്നു 2 സബ്ജക്റ്റിനും പാസ്സാവുന്നു. അങ്ങനെയെങ്കിൽ എന്താണ് അങ്ങനെയെങ്കിൽ 40 സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു 2 സബ്ജക്റ്റിലും ഫെയിലായി പോകുന്നു, പാസ്സാവുന്നില്ല, ഫെയിലായി പോകുന്നു. അങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എന്ത് ചെയ്യാം, ഡയഗ്രാം വരയ്ക്കുക. ഇനി 2 ഇത് ഇംഗ്ലീഷാണ്, ഇത് മാത്തമാറ്റിക്സ് ആണ്. 2 സബ്ജക്റ്റിനും പാസ്സായ എത്ര ശതമാനം പേരുണ്ട് 75% ഉള്ളത്. ഇനിയും ഇംഗ്ലീഷിന് പാസ്സായത് എത്രയാണ് 80%. 75 ഓൾറെഡി ഇവിടെ ഉണ്ട്, ബാക്കി എത്രയുണ്ട് 5% ഉണ്ട്. ഇനിയും മാത്തമാറ്റിക്സിന് പാസ്സായത് 85% പേരാണ്. 75 ഇവിടെ ഉണ്ട്. അപ്പോൾ 85 ആവാൻ എത്ര വേണം 10% കൂടി വേണം. അപ്പോൾ ടോട്ടൽ എത്രയായി 75 10 85 5 90% ടോട്ടൽ എന്തായിട്ടുണ്ട് പാസ്സായിട്ടുണ്ട്. ഇതെല്ലാം പാസ്സായവരുടെ എണ്ണമാണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷിന് മാത്രം പാസ്സായവർ 5%, മാത്സിന് മാത്രം പാസ്സായവർ 10%, രണ്ടിനും പാസ്സായവർ 75%. അങ്ങനെയെങ്കിൽ ടോട്ടൽ മൊത്തവും കൂടെ പാസ്സായവരുടെ എണ്ണം എത്രയാണ് 90%. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്, 2 സബ്ജക്റ്റിനും പാസ്സാവാത്തവരുടെ എണ്ണം 40 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 2 സബ്ജക്റ്റിനും പാസ്സായവരും ഓരോ സബ്ജക്റ്റിനും പാസ്സായവരും എത്ര ശതമാനമുണ്ട് 90%. അപ്പം ഒരു സബ്ജക്റ്റിനും പാസ്സാകാത്തവർ എത്ര ശതമാനമായിരിക്കും, ബാക്കി എത്രയാണുള്ളത് 10% വരെ ഉള്ളത്. അതായത് 90% ആൾക്കാരും എന്തായിട്ടുണ്ട് പാസ്സായിട്ടുണ്ട്. അപ്പോൾ പാസ്സാകാത്ത എത്ര ശതമാനം ആൾക്കാരുള്ളത്
10% ആൾക്കാരാണ് ഉള്ളത്. അത് എത്രയാണ് തന്നിട്ടുണ്ട്? 40 എങ്ങനെയെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100%. 10% 40 ആണെങ്കിൽ 100 ആവാൻ എന്ത് ചെയ്യണം? 10നെ ഒരു 10 കൊണ്ട് ഗുണിച്ചാലല്ലേ, അല്ലെങ്കിൽ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി 100 അപ്പോൾ എന്ത് ചെയ്യുക? 40ൻ്റെ അപ്പുറത്തും 0 ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ 10 കൊണ്ട് ഗുണിക്കുക. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്? 400. ഓപ്ഷൻ ബി 400 ഇവിടുത്തെ ശരി ഉത്തരം. P gets 360 marks out of total score of 500. Marks of P are 10% less than Q score. Q got 25% more than R and R got 20% less than S. What is the percentage mark of S? എന്താണ് പറയുന്നത്? Pക്ക് 500-ൽ 360 മാർക്ക് കിട്ടുന്നു. Pയുടെ മാർക്ക് എന്ന് പറയുന്നത് എന്താണ്? Qൻ്റെ മാർക്കിനേക്കാൾ 10% കുറവാണ്. ക്യൂവിന് ആറിൻ്റെ മാർക്കിനേക്കാൾ 25% കൂടുതലാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ആറിന് എന്താണ്? എസിൻ്റെ മാർക്കിനേക്കാൾ 20% കുറവാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എസിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്? പിയുടെ മാർക്കാണ്. പിയുടെ മാർക്ക് എത്രയാണ്? 360. ഇനിയും പിയുടെ മാർക്ക് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മാർക്കിനേക്കാൾ 10% കുറവാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 10% കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ? 90% ഉള്ളൂ എന്നാണ് അർത്ഥം. അതായത് 10% കുറയുന്നു എന്ന് പറഞ്ഞാൽ ബാക്കി എത്ര അവിടെ ഉള്ളൂ? 90% മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അതായത് പിയുടെ മാർക്ക് എന്ന് പറയുന്നത് ക്യൂവിൻ്റെ മാർക്കിനേക്കാൾ 10% കുറവാണ്. അപ്പം ക്യൂവിൻ്റെ മാർക്ക് എത്രയാണോ അതിൻ്റെ 90% എന്തെന്ന് പറയുന്നത്? 360 എന്ന് പറയുന്നത്. അപ്പം 90% 360. അങ്ങനെയെങ്കിൽ 10% എത്രയായിരിക്കും? 100% 360 എങ്കിൽ 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36. ഒരു ഡെസിമൽ മാറ്റി നമ്മൾ പോയിന്റ് കൊടുത്താൽ മതി. ഇനി 90%, അതായത് ക്യൂവിൻ്റെ മാർക്കിൻ്റെ 90% എന്തെന്ന് പറയുന്നത്? ഈ 360 എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് 100% കണ്ടുപിടിക്കാം? അപ്പം 90% 360. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ 90നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 9 കിട്ടും. ഓക്കെ, നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട. 90നെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും? 10% കിട്ടുമല്ലോ. അപ്പം നമ്മൾ നേരെ 360നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 40 എന്ന് കിട്ടും. ഓക്കെ, 40 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് എത്രയാണ്? 10%. അത് 100% ആകുമ്പോൾ എത്രയാകും? 400 ആകും. അങ്ങനെയെങ്കിൽ ക്യൂവിൻ്റെ മാർക്ക് എത്രയാണ്? 400. അപ്പം 400ൻ്റെ 90% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 360. അപ്പം അത് നമ്മൾ കറക്റ്റാക്കി. ഇനി എന്താണ് പറയുന്നത്? ലെസ് ദാൻ ക്യൂ സ്കോർ. ക്യൂ ഗോട്ട് 25% മോർ ദാൻ ആർ. അപ്പം ആറിൻ്റെ മാർക്ക് എത്രയാണോ അതിൻ്റെ 25% കൂടുതലാണെന്ത്? ക്യൂവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. അപ്പം ആറിൻ്റെ മാർക്ക് എത്രയാണോ അതിൻ്റെ 25% കൂടുതൽ. 25% കൂടുക എന്ന് പറഞ്ഞാൽ 100 + 25 എത്രയാണ്? 125% എന്ന് പറയുന്നതാണ് എന്ത്? ക്യൂവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. ആറിൻ്റെ മാർക്കിനേക്കാൾ, അല്ലെങ്കിൽ ആറിൻ്റെ മാർക്കിൻ്റെ 125% എന്ത്? ക്യൂവിൻ്റെ മാർക്ക്. ക്യൂവിൻ്റെ മാർക്ക് എത്രയാണ്? 400 അല്ലേ? 125% എന്ന് പറയുന്നത് 400 ആണെങ്കിൽ 100% എത്രയായിരിക്കും? എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എന്ത് ചെയ്യാം? ഒരു 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 25% കിട്ടും. 400നെ 5, അതായത് 125നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 400നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്ര വരും? 80 വരും. ഇനി 25നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100% ആയില്ലേ? 80നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 320 വരും. അങ്ങനെ നമുക്ക് ആറിൻ്റെ മാർക്കും കിട്ടി. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എസിൻ്റെ മാർക്കിനേക്കാൾ 20% കുറവാണ്. 20% കുറവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ എന്നാണ് അർത്ഥം? 80% ഉള്ളൂ എന്നാണ് അർത്ഥം. 80% എന്ന് പറയുന്നത് എത്രയാണ്? 320. അങ്ങനെയെങ്കിൽ 10% എത്രയായിരിക്കും? 80നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താലല്ലേ 10 കിട്ടുക. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 320നെ നേരെയും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എത്രയാണ്? 40. അങ്ങനെയെങ്കിൽ 100% എത്രയാണ്? 400. അപ്പം എസിൻ്റെ മാർക്കും എത്രയാണ്? 400. നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? എസിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ എത്രയാണ്? 500. എസിൻ്റെ മാർക്ക് എത്രയാണ്? 400. ഇൻറ്റു 100 ചെയ്യുക. എന്ത് വരും? 400/5 എത്രയാണ് പെർസെൻറ്റേജ്? 80% ആണ് എന്ത്? എസിൻ്റെ മാർക്ക് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി 80 ഇവിടുത്തെ ശരി ഉത്തരം. In a survey conducted in a locality, it was found that 50% read newspaper A, 40% read newspaper B, and 20% read neither A nor B. If the number of persons who read both A and B is 500, then how many persons were surveyed? എന്താണ്? ഒരു ലൊക്കാലിറ്റിയിൽ ഒരു സർവേ നടത്തിയപ്പോൾ അതിൽ 50% ആൾക്കാർ എന്ത് വായിക്കുന്നു? പത്രം എ വായിക്കുന്നു. 40% പത്രം ബി വായിക്കുന്നു. ഇനി 20% പേരെന്താണ്? പത്രം എയും വായിക്കുന്നില്ല, ബിയും വായിക്കുന്നില്ല. അതായത് പത്രം എ വായിക്കുന്നില്ല. ഇനി 2 പത്രങ്ങളും വായിക്കുന്ന എത്ര ആൾക്കാരുണ്ട്? 500 ആൾക്കാരുണ്ട്. അങ്ങനെയെങ്കിൽ മൊത്തവും എത്ര പേരുടെ സർവേയാണ് അവിടെ നടത്തിയിരിക്കുന്നത്? എങ്ങനെ ചെയ്യാം? നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. എന്ത് ചെയ്യാം? ഡയഗ്രാം വരച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതെന്താണ്? പത്രം എ ആണ്, ഇത് പത്രം ബി ആണ്. ഓക്കെ,
നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് രണ്ട് പത്രങ്ങളും വായിക്കുന്നത് എത്രയാണ് 500 പേരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശതമാനം തന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി ഈസി ആയിട്ട് കണ്ടുപിടിക്കാമായിരുന്നു. ഇനി നമ്മളോട് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താണ് 20% ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, പത്രം വായിക്കുന്നില്ല. അതായത് എയും വായിക്കുന്നില്ല, ബിയും വായിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, പത്രമേ വായിക്കുന്നില്ല. അപ്പം മൊത്തം പത്രം വായിക്കുന്നവരുടെ എണ്ണം എത്രയായിരിക്കും? 20% പേര് പത്രം വായിക്കുന്നില്ലെങ്കിൽ പത്രം വായിക്കുന്ന എത്രയായിരിക്കും? 80% ആളുകളായിരിക്കും. അപ്പം ഈ 3 ഗ്യാപ്പിലൂടെ, അതായത് ഇവിടെയും കൂടെ എത്ര ശതമാനം ആൾക്കാരാണ് വരേണ്ടത്? 80% ആൾക്കാരാണ് ടോട്ടൽ വരേണ്ടത്. നമുക്കിവിടെ പറയുന്നു പത്രം എ വായിക്കുന്നത് 50 പത്രം ബി വായിക്കുന്നത് 40. 50 40 എത്രയാണ്? 90 ആയില്ലേ? അപ്പോൾ ടോട്ടൽ നമുക്ക് ഇവിടെ എത്രയാണ് വരേണ്ടത്? 80 വരേണ്ടത്. അപ്പോൾ 90 വന്നിരിക്കുന്നത്. രണ്ടും കൂടെ നമ്മൾ കൂട്ടിയപ്പോൾ എത്രയാണ് അധികം വന്നിരിക്കുന്നത്? 10% അല്ലേ? അപ്പോൾ ആ 10% എന്ത്, ഈ 2 പേരും വായിക്കുന്നു എന്ന് പറയുന്നത്. അതായത് 2 പത്രങ്ങളും വായിക്കുന്നവരുടെ എണ്ണമാണ് അധികം വന്ന 10% എന്ന് പറയുന്നത്. ഇനി എത്രയാണ്? ഇവിടെ 50 അല്ലേ ടോട്ടൽ ഉള്ളത്. അപ്പോൾ ബാക്കി എത്ര വരും? 40 വരും. ഇവിടെ 30 വരും. ഇനി ഒന്ന് നോക്കിക്കേ, 40 10 50 30 80% ആയില്ലേ? ടോട്ടൽ 80% പേരല്ലേ പത്രം വായിക്കുന്നത്. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2 പത്രങ്ങളും വായിക്കുന്നത്, അതായത് 10% എന്ന് പറയുന്നത് എത്രയാണ്? 500 പേരാണ് എങ്കിൽ 100% ടോട്ടൽ എത്രയാണ് സർവേ എടുത്തിരിക്കുന്നത്? 100% അല്ലേ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5000 അപ്പം ഇവിടുത്തെ ഉത്തരം എത്രയാണ്? ഓപ്ഷൻ സി 5000 The length of a rectangle is halved and its breadth is tripled. What is the percentage change in the area? എന്താണ്? ഒരു റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത്, നീളമെന്ന് പറയുന്നത് പകുതിയായിട്ട് കുറച്ചു. അതുപോലെ തന്നെ ബ്രെഡ്ത്ത്, വീതി എന്ത് ചെയ്യുന്നു? 3 മടങ്ങായിട്ട്, അതായത് 3 ഇരട്ടിയായിട്ട് കൂട്ടുന്നു. അങ്ങനെയെങ്കിൽ ഏരിയയിൽ വരുന്ന വ്യത്യാസം, വിസ്തീർണത്തിൽ വരുന്ന വ്യത്യാസം എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണ്ട? ആക്ച്വൽ നമ്പേഴ്സ് വേണ്ട, റേഷ്യോസ് മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? റെക്റ്റാങ്കിളിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും കൊടുക്കാം. അപ്പോൾ ലെങ്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലെങ്ത് ഫസ്റ്റ് നമുക്ക് 2 കൊടുക്കാം. കാരണം നമ്മൾ ഏറ്റവും ചെറിയ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ ലെങ്ത് എന്തായാലും ബ്രെഡ്ത്തിനേക്കാൾ കൂടുതൽ വരണം. ബ്രെഡ്ത്ത് നമുക്ക് 1 കൊടുക്കാം. ഇനി ചേഞ്ച് ചെയ്ത ലെങ്തും ബ്രെഡ്ത്തും കൊടുത്താലോ? ലെങ്ത് എത്രയാക്കിയിട്ടുണ്ട്? പകുതിയാക്കിയിട്ടുണ്ട്. 2ൻ്റെ പകുതി എത്രയാണ്? 1. ബ്രെഡ്ത്ത് എത്രയാക്കിയിട്ടുണ്ട്? 3 മടങ്ങാക്കിയിട്ടുണ്ട്. 3 മടങ്ങെന്ന് പറഞ്ഞാൽ 1 × 3 3 ആണ്. ഇവിടുത്തെ ഏരിയ എന്ത് വരും? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ എന്താണ്? L × B അല്ലേ? 2 × 1 2 ആണ് വരുന്നത്. ഇവിടെ എത്ര വരും? L × B എത്രയാണ്? 3 ആണ് വരുന്നത്. അപ്പോൾ ഏരിയ ആദ്യം 2 ആയിരുന്നത് എന്തായി? 3 ആയി. അപ്പോൾ എത്രയാണ് കൂടിയത്? 1 ആണ് കൂടിയത്. എത്രയിൽ നിന്നാണ് കൂടിയത്? 2-ൽ നിന്നല്ലേ കൂടിയത്. അപ്പോൾ എന്താണ്? ഇൻക്രീസ് ആണ് സംഭവിച്ചിരിക്കുന്നത്. 1/2 ഇൻക്രീസ് ചെയ്തു. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50% അല്ലേ? അപ്പോൾ 50% ഇൻക്രീസ് ആണ് ഇവിടെ ചേഞ്ച് ഇൻ ഏരിയയിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ചെയ്തത്? നമ്മൾ പെട്ടെന്ന് ചെയ്തില്ലേ? നമുക്ക് ആക്ച്വൽ നമ്പേഴ്സ് വേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോസ് എടുത്തേ ഉള്ളൂ. ആദ്യം ലെങ്തിന് 2 എന്നെടുത്തു, ബ്രെഡ്ത്ത് 1 എന്നെടുത്തു. ഇനി ചേഞ്ച് ചെയ്തപ്പോൾ ലെങ്ത് എന്ത് ചെയ്തു? നേരെ പകുതിയായി. 2ൻ്റെ പകുതി എത്രയാണ്? 1 ആണ്. ബ്രെഡ്ത്ത് എന്ത് ചെയ്തു? 1 ആയിരുന്നത് 3 മടങ്ങായ 3 ആയി. ഇനി ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. L × B അല്ലേ? ഫസ്റ്റ് ഏരിയ 2 കിട്ടി. ഇനി ചേഞ്ച് ചെയ്ത ഏരിയ 3 കിട്ടി. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ഏരിയയിൽ ചേഞ്ച് എന്താണ് ഉണ്ടായിരിക്കുന്നത്? ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് കൂടിയിരിക്കുന്നത്? 1 ആണ് കൂടിയിരിക്കുന്നത്. 2-ൽ നിന്നാണ് കൂടിയിരിക്കുന്നത്. 1/2 എന്ന് പറഞ്ഞ ഫ്രാക്ഷൻ നമ്മൾ പഠിച്ചതല്ലേ? 50%ൻ്റെ ഫ്രാക്ഷൻ അല്ലേ 1/2. അപ്പോൾ എത്രയാണ് ഇവിടുത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? 50% ഇൻക്രീസ് ആണ് ഇവിടുത്തെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ.